അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസം മുമ്പേ ഞങ്ങളിവിടെ ഒരു കല്യാണം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കല്യാണം ഉണ്ടായി എന്ന് ഇപ്പം ഇത്ര അത്ഭുതത്തോടെ പറയണോ? കല്യാണം സാധാരണ ഉണ്ടാകണമല്ലേ എന്ന് വിചാരിക്കും. കല്യാണം സാധാരണ ഉണ്ടാകണമാണ്. പക്ഷേ ഇതൊരു വാർദ്ധക്യ കല്യാണം. 65 വയസ്സുണ്ട് പുതിയപ്പിളക്ക്, 56 വയസ്സ് 55 വയസ്സുണ്ട് പുതിയ എണ്ണിന്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന കാരണം എന്താണെന്നറിയോ? ഈ ഭർത്താവ് ഈ കല്യാണം കഴിച്ച ആൾക്ക് 3 മക്കളുണ്ട്, 2 പെണ്ണും ഒരാണും. അപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു, അവരൊക്കെ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോയി. ചെറുക്കൻ കല്യാണം കഴിഞ്ഞ് ജോലിയുണ്ട്, മരുമോൾക്കും ജോലിയുണ്ട്, അവരങ്ങനെയും പോയി. ഈ മനുഷ്യൻ വീട്ടിൽ ഒറ്റയ്ക്കായി. അതേമാതിരി ഈ മനുഷ്യത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ട്, മക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തു. ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികളാണ്, കെട്ടിച്ചു കൊടുത്തു. ഇതും ഒറ്റക്കാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന 2 ആളെ അന്വേഷിച്ച്, ഇപ്പോൾ ഇങ്ങനെ വാപ്പാനെ നോക്കാൻ ഒരാൾ വേണമെന്ന് മക്കൾ തന്നെ അന്വേഷിച്ച് തിരഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലാക്കി എല്ലാവരും കൂട്ടോ കുടുംബം നിന്ന് അത് ചെയ്തു കൊടുത്തു. ഇന്ന് സന്തോഷത്തോടെ ജീവിക്കേണ്ടവരും 2 ആളും. ആശുപത്രിക്ക് പോകുകയാണെങ്കിൽ 2 ആളുണ്ട്, തുണക്കാളുണ്ട്. അയാൾക്കാണെങ്കിലും ശരി, ആ താത്താക്കാണെങ്കിലും ശരി, ആ കാക്കാക്കാണെങ്കിലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുണ്ടി പറയാനും ഒരു ആശുപത്രി പോകാനും ഇതിനൊക്കെ ഒരാളുണ്ട്. ഒറ്റക്കാവുമ്പോൾ അപ്പം അതുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മക്കളെ വിളിക്കണം, അതല്ലെങ്കിൽ ഈ താത്താൻ്റെ മക്കളെ വിളിക്കണം. ഇപ്പം അതല്ല, പോലും 2 ആളും തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് പറയണം എന്തിനെന്നറിയോ? ഞാൻ ഇത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നെജിലാൻ്റെ ഓർമ്മ വന്നു. കാരണം നെജിലാക്ക് 31-32 വയസ്സായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നെജിലാനെ ചിലപ്പോൾ ഇത്ര അധികം നെജിലാൻ്റെ നേരക്ക് പ്രശ്നങ്ങൾ വരാൻ കാരണം നെജിലാൻ്റെ കൂടെ നെജിലാനെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവില്ല എന്നുള്ളതായിരിക്കാം. കാരണം ഇതൊക്കെ മക്കളുള്ളവരെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, മക്കളില്ലാത്തവരൊന്നുമല്ല. നമ്മളെ നാട്ടിൽ 2ഉം 3ഉം 4ഉം കെട്ടുന്നതൊക്കെ സ്വാഭാവികം തന്നെയാണ്. അത് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞ് തൊലാക്ക് ചൊല്ലി പിരിഞ്ഞു പോണതും സർവ്വസാധാരണം തന്നെയാണ്. കാരണം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത 2 എണ്ണം തമ്മിൽ തല്ലിപ്പോയി കണ്ടില്ലേ ഈ കൊലപാതകങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പേ എത്രയോ മനുഷ്യന്മാർ പറയുന്നുണ്ട് പറ്റൂലെങ്കിൽ അങ്ങോട്ട് പിരിഞ്ഞു പോവുക, എന്തിനാ കൊല്ലാനും ചാകാനും നിൽക്കണതെന്ന്. ആ കാര്യത്തിൽ നെജില ചെയ്തത് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാകുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളായി ചിലപ്പോൾ ഇതേമാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയേക്കാം. എത്രയോ നമ്മൾ കേൾക്കണുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നെജില എൻ്റെ പിന്നാലെ വാളും തൊണ്ടിട്ട് എടുത്തും കൊണ്ട് വരുമോയെന്ന് വെച്ചറിയില്ല. എന്താണെന്ന് നെജിലാൻ്റെ 3 മക്കളെ സംരക്ഷിക്കാൻ തയ്യാറായി ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ നെജിലാക്ക് ഒരു വിവാഹം പറ്റും എന്നാണ് ഇപ്പോഴത്തെ അന്തരീക്ഷങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നെജിലാന് ഒരു വിധത്തിലും നെജിലാക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കൂലിപ്പണി എടുത്താലും നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അകത്ത് കിടന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണമല്ലോ. അപ്പോൾ അതില്ല. ഇത് ഞാൻ നെജിലാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന് പറയല്ല. അതന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നെജില ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വല്ല വടിവാൾ കെട്ടിൻ്റെ നേരെ വരുമോയെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നണം അങ്ങനെ ഒരു ഇത് നെജില ചെയ്യണതാണ് നല്ലത് തോന്നണം. കാരണം ഇതിൽ 2 അഭിപ്രായം ഉണ്ടാകാം. കാരണം ആ കുട്ടികളുള്ള കാരണം കൊണ്ട് വരുന്നവൻ ആ കുട്ടികളെ നോക്കൂലേ, കാരണം അതും വലിയ പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. അതിന് കൂട്ടവും കുടുംബവും എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്തുകൊണ്ട് 2 കുടുംബങ്ങളും അറിഞ്ഞുകൊണ്ട് സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട്, കാരണം കെട്ടാൻ വരുന്നവൻ്റെ കുടുംബം, കെട്ടിച്ചു കൊടുക്കുന്നവരുടെ കുടുംബം എല്ലാം അറിഞ്ഞുകൊണ്ട് ആ കുട്ടിക്കൊക്കെ ഏകദേശം 9 വയസ്സൊക്കെ ആയി. ആ കുട്ടിയുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കണം നല്ലതാണ്. ആ കുട്ടിയുടെ ഒക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഒരു പെൺകുട്ടി 32 വയസ്സേ ഉള്ളൂ, ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളാണ്.
അവൾ പല വീഡിയോകളിലും പറഞ്ഞ് ഞാൻ കേൾക്കണം, കണ്ണെഴുതാൻ പറ്റണില്ല, പൗഡർ ഇടാൻ പറ്റില്ല, ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, നല്ല ചുരിദാർ ഇടാൻ പറ്റണില്ല. ഇതൊക്കെ നമ്മളെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ്. അത് ഞാൻ നാളൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ കൂട്ടുകാരി ആക്സിഡൻറ്റ് പറ്റിയായിരുന്ന ഒരു കൂട്ടുകാരി, അത് നേരിട്ടോളം അനുഭവിക്കുന്നത് ഞാൻ കണ്ടതാണ്. കാരണം ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ അടുത്ത് താമസിച്ചിരുന്നോള് ഈ സഭയുടെ സഹായത്തോടെ അവരുടെ സംരക്ഷണത്തിൽ അങ്ങോട്ട് പോകേണ്ടി വന്നത് തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം മക്കളെയും 3 മക്കളെയും വെച്ചും കൊണ്ട് അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരന്തരീക്ഷം അങ്ങനെ വന്നു. അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടോ വേറെ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടാകുന്ന കുറച്ച് കോഴിയും ആടും മാത്രമേ ഉള്ളൂ. പിന്നെ കൂലിപ്പണിക്ക് പോകുക, വരിക, ഈ ആടിന് ചപ്പ് കെട്ടാൻ പോകുക, ഈ കോഴികൾക്ക് തീറ്റ വാങ്ങാൻ പോകുക, ഇതൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ എന്നാലും സമൂഹം ആ പെൺകുട്ടിനെ വെറുതെ വിട്ടിരുന്നില്ല. അങ്ങനെയുള്ള പരാതികൾ നാട്ടുകാരായിട്ടും മറ്റുള്ളവരുമായിട്ട് പറഞ്ഞു കേട്ടാണ് സഭക്കാർ ഇടപെട്ടത്. കാരണം ഭർത്താവ് വിട്ടിട്ട് പോയി, 3 ചെറിയ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കുറച്ച് പ്രായം പക്വതയുള്ള ഒരാളെ നോക്കി നെജില ഒരു വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് കുടുംബത്തിന് 2 കുടുംബങ്ങളും, ഈ വരുന്ന ആളെ കുടുംബം, നെജിലാൻ്റെ കുടുംബങ്ങളും എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഈ 3 മക്കളെ സംരക്ഷിക്കേണ്ട കാര്യം പറഞ്ഞ് എല്ലാം, ഇനിയിപ്പോൾ വരുന്ന ആൾക്ക് മക്കളുണ്ടെങ്കിൽ അതും കൂടെ ഈ കൂട്ടത്തിൽ കൂടി 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് സംരക്ഷിക്കണം എന്നുള്ള ഉറപ്പിൽ വെച്ചുകൊണ്ട്, അതും ഒരു മദ്യപാനി ആകാൻ പാടില്ല. മദ്യപാനി ആകുന്നതാണെങ്കിൽ അത് ആ കുടുംബം കുളം തോണ്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല. സംഭവിച്ചതും അത് തന്നെയാണ് എന്ന് പറയുന്നു. കാരണം ഇനി വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് കുറച്ച് പക്വതകൾ. ഞങ്ങളെ ഈ നാട്ടിലൊക്കെ ഉണ്ട്, ഞങ്ങളെ മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഭാര്യമാർ മരിച്ചിട്ട് അടുത്തൊരു പെണ്ണിനെ തിരഞ്ഞ് നടക്കണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ നെജില കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്ത്രീയെ സ്വീകരിച്ച് ഈ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ തയ്യാറുള്ള ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. കള്ളു കുടിക്കാത്ത, ചീട്ട് കളിക്കാത്ത, 5 നേരം നിസ്കരിച്ച് അള്ളാനെ ഭയന്ന് ജീവിക്കണവരുണ്ട്, ഞങ്ങളെ നാട്ടിലുണ്ട്. ഞാനത് കൊണ്ടുവന്നങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. പക്ഷെ ഞങ്ങളെ നാട്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് തയ്യാറായിട്ടുള്ള മനുഷ്യനുണ്ട് എന്ന്, മനസ്സാക്ഷിയുള്ള മനുഷ്യനുണ്ട് എന്ന്. കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് 1, 2, 3 കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് വന്ന് സംരക്ഷിക്കുന്ന ആൾക്കാർ ഞങ്ങളെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യം. നല്ല സുഖമായിട്ട് ഒരു ജീവിക്കണമുണ്ട്. അവർക്ക് മദ്യപാനമില്ല, ചീട്ടുകളില്ല, ഒന്നുമില്ല. അവരധ്വാനിക്കുന്നു, ജീവിക്കുന്നു. ചിലവർ 5 നേരം പള്ളിയിൽ വരുന്നവരുണ്ട്, ചിലവർ അവനവൻ്റെ വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ട്. കാരണം ഒരുവിധം പക്വത എത്തിയവരാണ് അവരൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു വഴി എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ മനസ്സ് എനിക്ക് തോന്നുന്നു. ഇനി എന്താണ് അവൾ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ 3 എണ്ണം കെട്ടി ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പക്ഷേ ഇറങ്ങാൻ ഭയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറങ്ങുന്ന കുടുംബത്തിന് ഭയം ഉണ്ടാകാം. കാരണം നെജിലാൻ്റെ കുഴപ്പം കൊണ്ടാണോ ഇത് പോയത്, അതോ മറ്റുള്ള കുഴപ്പം കൊണ്ടാണോ പോയത് എന്ന് പറയുന്നുണ്ടാകാം. പക്ഷെ മദ്യം അത് കുടുംബം ഇല്ലാതെയാക്കും. തമിഴിലൊരു പഴഞ്ചൊല്ലി ഉണ്ട്, തമിഴിൽ പറയും, കുടികാരം വെച്ച് വെടിഞ്ചാ പൂച്ച് അറിയും. അത്ര ഉറപ്പുള്ളൊരു മദ്യപാനിയുടെ വാക്കിന് മനസ്സിലായില്ലേ? കുടികാരം പേച്ച് വെടിഞ്ചാ പോച്ച്, അത് നല്ലൊരു പഴഞ്ചൊല്ലാണ്, അവർ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ മദ്യപാനമൊന്നുമില്ലാത്തൊരു നല്ല മനുഷ്യനെ 3 മക്കളെ അവളെ ഏറ്റെടുക്കാൻ വേണ്ടി അവൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നെജില എൻ്റെ നേരെ പടവാളൂരി വരരുതേ, അതും കൂടിയും പറയണു. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഇത്രേ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.